സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടൊരു കേരളക്കര ഒന്നാകെ ചർച്ച ചെയ്തൊരു വിഷയമാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അറസ്റ്റും അതിന് പിന്നാലെ ഉണ്ടായ കാര്യങ്ങളും. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉറച്ച നിലപാടും അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പരിപാടികളും എല്ലാം അദ്ദേഹം കുറച്ചുകൂടി അങ്ങോട്ട് ശക്തി ആർജിച്ച് വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. വാക്കുകൾക്ക് വീണ്ടും മൂർച്ച കൂടി. അങ്ങനെ കൂടിയപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിനെ എതിർത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ സംസാരിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജാതി അവഹേളിച്ചുകൊണ്ട് സംസാരിച്ച തന്തയ്ക്ക് പിറക്കാത്തവന്മാർക്കെല്ലാം ആ നിറയെ കിട്ടി. അങ്ങനെ കിട്ടിയപ്പോൾ എന്താ വന്നത്? അത് ശരിക്കും ചെറിയൊരു പുകയിട്ടതേ ഉള്ളൂ വേടൻ, അല്ലെങ്കിൽ വേടൻ ഒരു ചെറിയ തീയുടെ ഒരു തരി അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ആ തരി കൊണ്ട് കയറി കത്തി. ആ കത്തിയപ്പോൾ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് വർഗീയവാദികൾ മാത്രമാണ്. ഏതാ വർഗീയവാദികൾ? ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചാണകം തീനികളായിട്ടുള്ള RSSും BJPയും മാത്രമാണ് പുറത്തേക്ക് വന്നത്. ഇതിൽ ഇടതുപക്ഷ സർക്കാരിന്റെയും വലതുപക്ഷ സർക്കാരിന്റെ അഭിപ്രായം എന്തായിരുന്നു? ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിന് ശിക്ഷിക്കപ്പെടണം. അത് തന്നെയായിരുന്നു വലതുപക്ഷവും ഇടതുപക്ഷവും ഒരേപോലെ ഊന്നിപ്പിടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തെറ്റിന് ശിക്ഷ കൊടുത്തു, പോലീസ് അറസ്റ്റ് ചെയ്തു, അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ തെറ്റ് ആയിപ്പോയി, ഞാനത് തിരുത്താമെന്ന് പറഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിന് ഒരു മനുഷ്യനായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് തിരുത്താനായിട്ട് അവസരം കൊടുക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് പാടാനൊരു വേദി കൊടുക്കുകയും ചെയ്ത സർക്കാരിനെ നമ്മൾ കണ്ടതാണ്. ഇതിൽ ഒരു സർക്കാരിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇടതുപക്ഷം വലതുപക്ഷം ഒരേപോലെ വേടനെ ചേർത്ത് പിടിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടു കൂട്ടരും ചേർത്ത് പിടിച്ചപ്പോൾ ഈ ക്രിമികടി ഇളകിയത് വേറൊരു കൂട്ടം ആളുകൾക്ക്. അതായത് ഇപ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം ഒരേപോലെ എതിർക്കുകയായിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ല. രണ്ടുപേരും ചേർത്ത് പിടിച്ചപ്പോൾ തങ്ങൾക്ക് കേരളത്തിൽ സീറ്റ് കിട്ടാനൊരു ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേടനെതിരെ സംസാരിക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. മണ്ടന്മാരാണ്. ബുദ്ധിയുള്ളവന്മാരായിരുന്നെങ്കിൽ ചിലപ്പോൾ വേടനൊപ്പം നിന്നേനെ. ബുദ്ധിയുള്ളവരായതുകൊണ്ട് വലതുപക്ഷം ഇടതുപക്ഷം വേടനൊപ്പം നിന്നു, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ നിന്നപ്പോൾ എന്താ പറ്റിയത്? അതിൽ ചില ആളുകൾക്ക് അങ്ങ് കൊണ്ടത് വേറെ രീതിയിലല്ല, അത് തങ്ങളെയാണല്ലോ ഇവന്മാർ ഈ പറയുന്നതെന്ന് ഓർത്തിട്ടൊരു പേടി. അങ്ങനെ പേടിയിൽ നിന്ന് ഉടലെടുത്തതാണ് RSSന്റെ കുറെ അടിമകളെ നമ്മൾ കണ്ടത്. ആ അടിമകൾ മധുണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ ശശികല വന്നു, അതിനുശേഷം അജിത്ത് എന്ന് പറയുന്ന ഒരുത്തം വന്നു. ഇവന്മാരൊക്കെ അങ്ങ് വെറി പൂണ്ട് വന്നിരിക്കുകയാണ്, ജാതി വെറി. ആ ജാതി വരെയും കൊണ്ട് വന്നിട്ട് എന്തും അങ്ങ് പറയാമെന്നുള്ളൊരു രീതിയിൽ അങ്ങ് ഇറങ്ങിയിരിക്കുക. മുഖ്യ പത്രത്തിന്റെ ഒരു പത്രാധിപനാണ് വന്നിട്ട് പറയുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി വിഘടനവാദിയാണെന്ന്. അവസാനം പണി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വേടനെ പറ്റി ഞാൻ അവഹേളിക്കാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്തയെ മാറ്റി പറയുന്ന ഒരു വർത്തമാനം പറഞ്ഞു. പിന്നീട് വീണ്ടും അവന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് അംബേദ്കറും ഗാന്ധിജിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സഹോദര്യത്തിന് വേണ്ടിയിട്ടും അതേപോലെ ജാതിപരമായിട്ടുള്ള ചിന്താഗതികൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുമാണ് നിലകൊണ്ടത്. ഈ മഹാത്മാഗാന്ധിയുടെ അംബേദ്കറിന്റെ ആദർശം എവിടെയാണ് നിലനിൽക്കുന്നതെന്ന് ഒരു അവതാരക ചോദിക്കുമ്പോൾ മധു പറയുകയാണ് അത് RSSലാണെന്ന്. RSSൽ എന്താണ് മധു നിൽക്കുന്നത്? RSSൽ വർഗീയതയല്ലേ നിൽക്കുന്നത്, അല്ലെങ്കിൽ ജാതീയതയല്ലേ നിൽക്കുന്നത്, വർണ്ണവിവേചനമല്ലേ നിൽക്കുന്നത്? അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി മാത്രമല്ലേ RSS എന്ന് പറയുന്നത്? എങ്ങനെ ഒരു പാർട്ടിയെ വെച്ചുകൊണ്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും നിനക്കൊക്കെ? ചാണകം തിന്നുന്നത് നീയൊക്കെ ആണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ചാണകം തിന്നില്ല. അവരൊക്കെ നല്ല ചോറ് തിന്ന് ജീവിക്കുന്നവരാ. അവർക്ക് സാമാന്യ ബോധമുണ്ട്. അവർക്കറിയാം എന്താണ് ഇവിടെ നടക്കുന്നത്, എന്ത് കണ്ട് പഠിക്കണമെന്നുള്ളത്. അതിന് മധു നിന്റെയോ അല്ലെങ്കിൽ ശശികലയുടെ ഒരാളുടെയോ ഒരു ആവശ്യം വേണ്ട. ഈ ടീച്ചർ എന്നുള്ളൊരു പേര് ശശികലയ്ക്ക് എവിടെ നിന്ന് വന്നു എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ശശികല എന്ന് പറയുന്ന സാധനം നമ്മൾ വലിയൊരു കാര്യമായിട്ട് കാണുന്നില്ല. കൊറോണ വരുന്നത് പോലെ വരും. അതിൽ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. നമ്മൾ ജാഗ്രത എടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ജാഗ്രതയുണ്ട്. അതുകൊണ്ട് നീയൊക്കെ എത്ര കുറച്ചാലും ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആരും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. അത് ചെയ്യാൻ പോകുന്നത് ചാണകം തീനികളായിട്ടുള്ള കുറച്ച് ചാണക സംഖ്യകളാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം വേടൻ പാലക്കാട് ഒരു പരിപാടിക്ക് പോയി. അവിടെ പോയിട്ട് വേടൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വേടനെ ഇടതുപക്ഷം വലതുപക്ഷം ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ കുരു പൊട്ടിയ BJP എന്താ ചെയ്തത്? BJP ഭരിക്കുന്ന നഗരസഭയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. 1,75,552 രൂപയുടെ നാശനഷ്ടങ്ങൾ വന്നു. അതുകൊണ്ട് അതിന് നഷ്ടപരിഹാരം തരണമെന്ന് പറഞ്ഞിട്ട് സർക്കാരിന് ഒരു കത്തൊക്കെ അയക്കുകയുണ്ടായി. അതിന് പിന്നെന്താ സംഭവിച്ചെന്ന് അറിയില്ല, എന്തായാലും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മുതൽ ഇവർക്ക് അങ്ങോട്ട് പൊട്ടി തുടങ്ങി. അതല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിൽക്കുന്ന ആളുകളെല്ലാം വേടനൊപ്പം നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും ശരിക്കും അങ്ങോട്ട് പൊട്ടി. അങ്ങനെ പൊട്ടിയപ്പോൾ എങ്ങനെയും വേടനെ ഒതുക്കി തീർക്കണം, വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശം അങ്ങ് അടിച്ച് കൊഴിച്ച് കളയണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ അടപടലം മൂഞ്ചി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. വന്നവരെല്ലാം ആ ഒരു പേരിൽ അറിയപ്പെട്ടു എന്നുള്ളതല്ലാതെ അവരുടെ ആദർശങ്ങൾ എങ്ങും നിന്നില്ല. അവർ വർഗീയവാദികൾ അല്ലെ ജാതി പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കി നടക്കുന്നു എന്നുള്ളൊരു പേരിൽ അവരങ്ങ് തിരികെ പോയി, പേടിച്ച് വാലും ചുരുട്ടി തിരികെ പോയി എന്ന് പറയാം. പക്ഷേ വേടൻ ഈ പറയുന്ന ആളുകളെ ഒന്നും വകവെക്കുന്നില്ല കേട്ടോ. വേടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കാര്യത്തിലും അദ്ദേഹം അനുഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയും പ്രതിപാദിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ വേടൻ നിലകൊള്ളുന്നു. അപ്പോൾ അതിനുശേഷം വന്നതാണ് ഈ പറയുന്ന നഗരസഭ അധ്യക്ഷനായിട്ടുള്ള ഒരു സ്ത്രീ. അവർ NIAക്കും അതേപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ഒക്കെ കത്തയച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം മുമ്പ് വേടൻ പാടിയൊരു പാട്ടുണ്ട്, വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞിട്ട് വേടന്റെ കുറച്ച് വരികളുണ്ട്. ആ വരികളിൽ വേടൻ പറയുന്നത് പ്രധാനമന്ത്രി അവഹേളിക്കുകയാണെന്ന്. അതായത് കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരി തുടങ്ങുന്നത്. അതിനെയാണ് ഈ പറയുന്ന നഗരസഭ അധ്യക്ഷനായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ വിമർശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോ കണ്ടു നോക്കാം, അതിനുശേഷം നമ്മുടെ വീഡിയോയിലേക്ക് വരാം. പരാതിക്ക് ഇടയാക്കിയിരിക്കുന്നത് കപട ദേശീയവാദി
വാളെടുത്തവൻ രാജ്യം ഭരിക്കുന്നു, അങ്ങനെയുള്ള ചില വരികൾ അത് പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നതാണ് എന്ന പരാതിയാണ് പാലക്കാട്ടെ BJPയുടെ നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും NIAക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിജിയെ കപട ദേശവാദി എന്നാണ് അതിനകത്ത് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ആ പാട്ടിലെ വരികളിലൂടെ നോക്കിയാൽ അറിയാൻ പറ്റും. കപട ദേശവാദി, വാളെടുത്തവൻ, ഊരു ചുറ്റുന്നവൻ, ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് തൻ്റെ സോങ്ങിലൂടെ അദ്ദേഹം ഒരു മാസ് ഓഡിയൻസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഈയിടെയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെല്ലാം അത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അത് കണ്ട ഉടനെ തന്നെ അത് വേറൊരു രാജ്യത്തിലാണെങ്കിൽ എന്നേ അതിൻ്റെ നിയമ നടപടികളൊക്കെ സ്വീകരിക്കുമായിരുന്നു. നമ്മുടെ ഇവിടെ ആയത് കാരണം കുറച്ച് നിയമങ്ങളൊക്കെ എക്സംഷൻ ആയത് കാരണമാണെന്ന് തോന്നുന്നു കുറച്ച് ഡിലേ വന്നത്. പക്ഷേ ഇത് രാജ്യത്തിന്റെ ഭരണാധികാരി വിമർശിക്കാൻ ഒരു കലാകാരൻ അല്ലെങ്കിൽ പൗരന് അവകാശമില്ല. ദേശവാദി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി, ഒരു രാജ്യത്തിന്റെ ഐഡന്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നതല്ലേ. അപ്പോൾ അതൊരു നല്ലൊരു പ്രവണതയല്ല. ഒരു രാജ്യത്തിന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റ് അത്ര മോശമായി ചിത്രീകരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ആ ഒരു പ്രയോഗം ഒരു സുഖകരമായിട്ടുള്ള പ്രയോഗമല്ല. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരസിംഹോ അതാരാ? അതുപോലെ അറിയില്ല. എങ്ങനെയെങ്കിലും പേരെടുക്കണം, അതാണ് ആവശ്യം. അതുകൊണ്ടാണ് കേട്ടോ പുള്ളിക്കാരി ഇങ്ങനെ സംസാരിക്കുന്നത്. ബാക്കി കണ്ടു നോക്കാം. അട്ടപ്പാടിയിൽ മധു വിശന്നു വലഞ്ഞ് മധുവിന്റെ കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല. ഇതേ പാട്ടിൽ തന്നെ വേടൻ പറയുന്നുണ്ട്, കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുന്നു പറഞ്ഞ മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ വേടൻ പറഞ്ഞു. മധുവിന്റെ പേരെടുത്ത് പറഞ്ഞു പറയണം. മധുവിന്റെ കാട് കട്ടവന്റെ നാട്ടിൽ എന്നല്ല പറയണ്ടേ. മധു എന്തിനാണ് മരിച്ചത്? ആ മധുവിനൊരു മോചനം. ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട്. ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് റാപ്പർ വേടൻ. മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ ഇത്തരം പാട്ടുകളിലൂടെ വേടൻ പറഞ്ഞു പോകുന്നുണ്ടല്ലോ. പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ. ഇതേ പാട്ടിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 2020 വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുമെന്ന് പറയുന്ന മധുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ. കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേടൻ പാടേണ്ടിയിരുന്നു മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടിയിരുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെ കുറിച്ച് പതുക്കെ പാടി. അതെന്തിനാണ് മധുവിനെ കുറിച്ച് പതുക്കെ പാടിയത്? മധുവിനെ കുറിച്ച് കുറച്ചുകൂടി ഉറക്കെ പാടണം. അതുപോലെ തന്നെ ഈ മരിച്ച 2 ചെറിയ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടാനായിട്ട് കുറച്ചുകൂടി ഉറക്കെ പാടണം. അതൊക്കെയാണ് റാപ്പർ വേടൻ ചെയ്യേണ്ടത്. അമ്മച്ചി എവിടെയായിരുന്നു? ക്ഷേത്രത്തിലിട്ടൊരു കുഞ്ഞിനെ പീഡിപ്പിച്ച് RSSന്റെ തന്തയില്ലാത്തവന്മാർ കൊന്നപ്പോൾ അന്ന് എന്തേ അമ്മച്ചിക്കൊന്നും പറയാനില്ലാഞ്ഞത്? അതേപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യയെ വിമർശിച്ചുകൊണ്ട് അഖിൽമാരാരെ പോലെയുള്ള കുറെ തന്തയില്ലാത്തവന്മാർ വന്നു. അപ്പോഴെവിടെയായിരുന്നു അമ്മച്ചി? നിങ്ങൾ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിമർശനം കണ്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് മാരാരാണല്ലേ, ഇത് വേടനാണല്ലോ. അതുകൊണ്ടാണല്ലേ. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജാതിയോ നിറമോ ആണോ നിങ്ങളുടെ പ്രശ്നം? അതുതന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ മുഖത്തിട്ടിരിക്കുന്ന മേക്കപ്പ് പോലും പറയുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വർണ്ണവിവേചനം എന്ന് പറയുന്നത്. ചെറിയൊരു കറുപ്പ് പോലും പുറത്ത് കാണാത്ത രീതിയിൽ മേക്കപ്പ് ഇട്ടുകൊണ്ട് വന്നിട്ട് പറയാണ് വേടൻ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു. പ്രധാനമന്ത്രിയുടെ പേരെന്താ? നരസിംഹൻ. പിന്നെ പറയുന്നുണ്ട് നരേന്ദ്രമോദി. ഓക്കെ, ശരി, ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് വേടന്റെ വിഷയത്തിൽ മാത്രം അമ്മച്ചി നിങ്ങൾ ഈ പ്രസംഗിക്കുന്നത്? ഞാൻ ആദ്യം ചോദിച്ചതുപോലെ ആ ക്ഷേത്രത്തിലിട്ട് കുഞ്ഞിനെ പീഡിപ്പിച്ച് വന്നവന്മാർക്ക് എന്തേ നിങ്ങളുടെ ഒരു വിരൽ പോലും അനക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല? അതേപോലെ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൽ പലരും ഈ പ്രധാനമന്ത്രിയെ വിമർശിക്കുകയും രാജ്യത്തിനെ വിമർശിക്കുകയും രാജ്യദ്രോഹ കുറ്റം ചെയ്യുകയും ചെയ്തപ്പോഴും കൊണ്ട് നിങ്ങളൊന്നും വിമർശിച്ചിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറഞ്ഞാലേ നിങ്ങൾക്ക് റീച്ച് കിട്ടുള്ളൂ അല്ലേ? അതുകൊണ്ട് എന്ത് തന്തയില്ലായ്മയും പറയാവുന്നുള്ളൊരു തീരുമാനമാണ് ഈ പറയുന്ന പാലക്കാട് നഗരസഭാ അധ്യക്ഷനും അതേപോലെ തന്നെ നഗരസഭയിലുള്ള BJP എന്ന് പറയുന്ന വർഗീയവാദികളും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ പറയുന്ന വർത്തമാനം കൊണ്ടൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡയലോഗ് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടതെന്ന്. കഴിഞ്ഞ ദിവസമായിരിക്കും ഫോൺ കണ്ടു തുടങ്ങിയത്. പഴയ നൂറ്റാണ്ടിൽ നിന്ന് ഇപ്പോഴത്തെ ഈ നൂറ്റാണ്ടിലേക്ക് ഇപ്പോഴാണ് കടന്നു വന്നതെന്ന് തോന്നുന്നു. ആ വന്ന സമയത്ത് ആദ്യം കണ്ടത് വേടന്റെ പാട്ടാണ്. 5 വർഷം മുമ്പേ ആണ് സഞ്ചരിക്കുന്നുള്ളതാണ്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ അവനെതിരെ അങ്ങ് പരാതി കൊടുക്കാം. പ്രധാനമന്ത്രി അവഹേളിച്ചു. ഇതിലെവിടെയാണ് പ്രധാനമന്ത്രി അവഹേളിക്കുന്നത്? പിന്നെ പുള്ളിക്കാരി പറയുന്ന വേറൊരു കാര്യമുണ്ട്. അട്ടപ്പാടിയിൽ മധു മരിച്ചത് മധുവിനെ പറ്റി പാടുന്നില്ല എന്ന്. ആ ഒരു വാർത്ത കൂടെ ഒന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോ ആയിട്ടൊന്ന് വരാം കേട്ടോ. അട്ടപ്പാടിയിൽ മധു വിശന്നു വലഞ്ഞ് മധുവിന്റെ കാര്യങ്ങൾ ഇതേ പാട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ മോദിയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകിയിട്ടില്ല. ഇതേ പാട്ടിൽ തന്നെ വേടൻ പറയുന്നുണ്ട്, കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കുന്നു പറഞ്ഞ മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ വേടൻ പറഞ്ഞു. മധുവിന്റെ പേരെടുത്ത് പറഞ്ഞു പറയണം. മധു കാട് കട്ടവന്റെ നാട്ടിൽ എന്നല്ല പറയണ്ടേ. മധു എന്തിനാണ് മരിച്ചത്? ആ മധുവിനൊരു മോചനം. ആ മധുവിനെ പോലെ നിരവധി മധുമാരുണ്ട്. ആ മധുമാരുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് റാപ്പർ വേടൻ. മധുവിന്റെ കാര്യം കൃത്യമായി തന്നെ ഇത്തരം പാട്ടുകളിലൂടെ വേടൻ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു വന്നില്ലല്ലോ.
ഇതേ പാട്ടിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന 2020 വന്നിട്ടുള്ള അതേ പാട്ടിനകത്തുള്ള വരിയാണ് ഈ കാട് കെട്ടവന്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും എന്ന് പറയുന്ന മധുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തിട്ട് വേടൻ പാടേണ്ടിയിരുന്നു മധുവിനെ കുറിച്ച് ഇങ്ങനെ സൈലന്റ് ആയിട്ടല്ല പാടേണ്ടിയിരുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് ഉറക്കെ പാടിയപ്പോൾ മധുവിനെ കുറിച്ച് പതുക്കെ പാടി. അതെന്തിനാണ് മധുവിനെ കുറിച്ച് പതുക്കെ പാടിയത്? മധുവിനെ കുറിച്ച് കുറച്ചുകൂടി ഉറക്കെ പാടണം. അതുപോലെ തന്നെ ഈ മരിച്ച 2 ചെറിയ പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾക്ക് നീതി കിട്ടാനായിട്ട് കുറച്ചുകൂടി ഉറക്കെ പാടണം. അതൊക്കെയാണ് റാപ്പർ വേടൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു സമാജത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങളും വരികളും എല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് ഒരു സമാജത്തെ തമ്മിൽ അടുപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അയ്യേ, എന്താ പെണ്ണുമ്പിള്ള നിങ്ങൾ ഈ പറയുന്നത്? 5 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ടിൽ വേടൻ മധുവിനെ പറ്റി പറയുന്നില്ല അത്രേ. അതിന് അവതാരകൻ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ മറുപടി ആ സ്പോട്ടിൽ കൊടുക്കേണ്ടത് തന്നെയായിരുന്നു. വേടന്റെ വരികളിൽ വേടൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും, കൂറ് കട്ടവൻ ഭരിച്ചാൽ ഊര് കട്ടവൻ മുടിക്കും, പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും, പേറ്റുനോവെടുത്ത തള്ള പള്ളയിൽ കനൽ നിറയ്ക്കും, കൊടികളെത്ര പാറി കോട്ടകൊത്തളങ്ങളിൽ, അടിയാൻ കണ്ടതില്ല ഭാവി തന്റെ മക്കളിൽ, മാണ്ടുപോയി നീ കറുത്ത പോർക്കളങ്ങളിൽ, അടിമയ്ക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ എന്നാണ് വേടന്റെ കവിതയിൽ പറയുന്നത്. അതിലെന്താണ് ഇത്ര അസഹിഷ്ണുത? അതിലെവിടെയാണ് മധു എന്ന് പറയുന്ന പേര് താഴ്ത്തി പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ഉയർത്തി പറഞ്ഞത്? അതിൽ പ്രധാനമന്ത്രിയെ പറ്റിയാണ് വേടൻ പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്താഗതി ആയതുകൊണ്ടല്ലേ നിങ്ങൾ പ്രധാനമന്ത്രിയിലേക്ക് പോയത്? ഇതിലെവിടെയാണ് പ്രധാനമന്ത്രിയെ പറ്റി പരാമർശിക്കുന്നത്? എന്റെ പൊന്ന് അധ്യക്ഷ, നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതിലെവിടെയാണ് പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നത്? കാട് കട്ടവൻ ഭരിക്കുമെന്ന് പറഞ്ഞാൽ അത് പ്രധാനമന്ത്രിയാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ആരും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഭരണകൂടത്തിൽ ഉന്നതരായിട്ട് നിൽക്കുന്ന ആരാണോ അവർക്കെതിരെയുള്ള ശബ്ദം തന്നെയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഭരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ലല്ലോ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഒരു മുഖ്യമന്ത്രിയുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഒരു പ്രതിനിധി ഉണ്ടാവും. അങ്ങനെ ചെറ്റത്തരങ്ങൾ കാണിക്കുന്നവരുടെ ആദർശങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾക്കും എതിരെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശവും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയം നിലകൊള്ളുന്നത്. അതിൽ നരേന്ദ്രമോദിയെ പറഞ്ഞു എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ കുത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ വരുന്നത്. അല്ലാതെ വേടൻ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യ ബോധമുണ്ട്. അവർക്ക് മനസ്സിലാവും എന്താണ് വേടൻ പറയുന്നത്, എന്തിനു വേണ്ടിയാണ് വേടൻ നിലകൊള്ളുന്നത്. ഇന്നും നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്ക് വേണ്ടിയിട്ടാണ് വേടൻ നിലകൊള്ളുന്നത്. ഈ വേടൻ ഈ പറയുന്ന മധുവിനെ പറ്റി പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനും എനിക്കൊരു ഉത്തരവുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേടൻ ഇന്നലകളിൽ നടന്ന സംഭവങ്ങളെ മാത്രമല്ല മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജാതി വിവേചനത്തിനെയും വർണ്ണ വിവേചനത്തിനെയും എതിരെയാണ് വേടൻ സംസാരിക്കുന്നത്. ഇനി അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതിനെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടി ഒരു പയ്യൻ സത്യങ്ങൾ വിളിച്ചോതുകയാണ്. അത് കവിതയിൽ കൂടി, ഒരു കലയിൽ കൂടി. അതിനെന്താണ് ഇത്ര അസഹിഷ്ണുത? അതിന്റെ വിഷമം നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. നിങ്ങൾ പ്രധാനമന്ത്രിയെ കൂട്ടിപ്പിടിച്ച പ്രധാനമന്ത്രിയോട് അത്ര ദിവ്യ പ്രണയം ഉള്ളതുകൊണ്ട്, രാജ്യത്തിനോട് അത്ര സ്നേഹം ഉള്ളതുകൊണ്ടൊന്നുമല്ല നിങ്ങൾ സംസാരിക്കുന്നത്. വേടന്റെ നിറം കറുപ്പായി പോയി, വേടൻ ഇടുന്ന ഡ്രസ്സിന്റെ നിറം കറുപ്പായി പോയി, വേടന്റെ ജീവിത സാഹചര്യങ്ങൾ മോശമായി പോയി, വേടൻ എന്ന് പറയുന്ന വ്യക്തി പട്ടികജാതി പട്ടികവർഗത്തിൽ പെടുന്ന ഒരുവനായി പോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. അത് മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. ഈ പറയുന്ന വർഗീയതയ്ക്കെതിരെ വേടൻ സംസാരിക്കും. നിങ്ങൾ വർഗീയവാദികളായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നാം അത് ഞങ്ങൾക്കെതിരെയാണല്ലോ മച്ചമ്പി വരുന്നതെന്ന്. അത് തോന്നുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ മോദിക്കെതിരെ മോശം പരാമർശം നടത്തിയ വേടനെതിരെ കേസ് കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിന്റെ താഴെയുള്ള കമന്റ് ബോക്സ് നിറയെ ചാണക സംഖ്യകൾ വന്ന് മെഴുകുന്നുണ്ട്. വേടന്റെ അടപ്പ് തെറിച്ചു, വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇവനെ നേരത്തെ പൂട്ടണമായിരുന്നു, ഇവന്റെ കടലമ്മ പെറ്റില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഡയലോഗ് അടിച്ചുകൊണ്ട്. എടാ, ചാണകം തിന്ന് ജീവിക്കുന്ന നീയൊക്കെ അല്ലാതെ ബാക്കിയുള്ള എവിടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല ഈ ചാണകം തീനികളെ. അതായത് മറ്റുള്ള ന്യൂസിലൊന്നും ഒരു ചാണകസംഖ്യയില്ല. ജനൻ ടി വിയിൽ മാത്രം ചാണകസംഖ്യകളുടെ ആറാട്ടാണ്. എനിക്കൊന്നും ഇവരെ ഒരു കുറച്ച് ആളുകൾക്ക് പൈസ കൊടുത്ത് വെച്ചിട്ടുണ്ടോ കമന്റ് ഇങ്ങനെ ഇടാൻ പറഞ്ഞിട്ട്. നിങ്ങൾ എത്ര കിടന്ന് കുരു പൊട്ടിയാലും വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും തളർന്നു പോയില്ല. തളർത്താൻ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം വേടൻ ഞങ്ങളുടെ ശബ്ദമാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വേടൻ നിലകൊള്ളുന്നത്. വേടൻ ഒരു പൊതു സ്വത്താണെന്ന് വേടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ പൊതു സ്വത്ത് കേരളത്തിൽ നിലനിൽക്കുന്ന തന്തയില്ലായ്മയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇങ്ങനെ കുറെ തന്തയില്ലാത്തവരെ ഒന്ന് സംസാരിക്കും എന്നുള്ളതും വേടൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് വേടൻ വീണ്ടും വീണ്ടും പാടുന്നത്. ഇനി എത്രയൊക്കെ നിങ്ങൾ കിടന്ന് കരഞ്ഞാലും എത്രയൊക്കെ മെഴുകിയാലും എത്ര കേസ് കൊടുത്താലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒതുക്കാനോ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചമർത്താനോ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതിന് നീയൊക്കെ നിനക്കൊന്നും ഈ ഒരു ചങ്കൂറ്റം പോരാ. അതിന് നല്ല ചങ്കൂറ്റം വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ തന്തയ്ക്ക് ജനിക്കണം. അങ്ങനെ ജനിക്കാത്ത പക്ഷം നിങ്ങൾ എന്നും ഈ പറയുന്ന രീതിയിൽ വർഗീയതയും ജാതീയതയും പറഞ്ഞുകൊണ്ട് തന്നെ നടക്കും. അതിവിടെ കേരളത്തിൽ വില പോവില്ല മക്കളെ, ഉറപ്പിച്ച് ഞാൻ പറയാം. നിന്റെയൊക്കെ തന്തയില്ലായ്മ നിന്റെയൊക്കെ യുപിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ എവിടെയും വെച്ചാൽ മതി. കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കല്ലേ. ഇത് വേറെയാണ്, ആളുകൾ വേറെയാണ്, വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാടും വേറെയാണ്. നിങ്ങൾക്ക് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് പഠിച്ചു നോക്കുക. വേടന്റെ എല്ലാ കവിതകളും കേട്ടതിന് ശേഷവും അതിനുശേഷം വേണ്ട പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷവും ഇപ്പോഴുമുള്ള വേടന്റെ നിലപാടും അപ്പോഴുള്ള വേടന്റെ നിലപാടും ഒന്ന് താരതമ്യം ചെയ്താൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാട് എന്താണെന്നും അയാളുടെ ഉള്ളിലെ തീ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലാതെ നിറത്തിന്റെ ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരാളെ അടിച്ചമർത്താൻ നോക്കുന്നതേ ശുദ്ധ തന്തയില്ലായ്മ തന്നെയാണ്.